തൊടുപുഴയിൽ വിഹരിക്കുന്ന പുലിയെ പിടികൂടുവാൻ ഒരു മാസമായിട്ടും കഴിഞ്ഞിട്ടില്ല. ജനം പുലിപ്പേടിയിൽ. കരിങ്കുന്നം പഞ്ചായത്തിലെ ഇല്ലിച്ചാരിയിൽ കഴിഞ്ഞ മാസം പകുതിയോടെയാണ് പുലിയുടെ സാന്നിധ്യം കണ്ടത്. പിന്നീട് സമീപ പ്രദേശങ്ങളിൽ പലയിടത്തും പുലിയെ കണ്ടു. എന്നാൽ ഇതുവരെ പുലിയെ പിടികൂടുവാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഒരു മാസത്തിലേറെയായി തൊടുപുഴ നഗരസഭയും പരിസര പഞ്ചായത്തുകളും പുലിപ്പേടിയിലാണ്. കരിങ്കുന്നം പഞ്ചായത്തിലെ ഇല്ലിച്ചാരിയിൽ കഴിഞ്ഞ മാസം 16-നാണ് പുലിയുടെ ചിത്രം വനം വകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞത്. പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന പരാതിയെ തുടർന്ന് വനം വകുപ്പ് ക്യാമറ സ്ഥാപിക്കുകയായിരുന്നു. തുടർന്ന് ചത്ത കോഴിയെ വെച്ചുള്ള കെണി സ്ഥാപിച്ചെങ്കിലും പുലി കുടുങ്ങിയില്ല. സമീപ ദിവസം തന്നെ തൊടുപുഴ നഗരസഭയിലെ പാറക്കടവ് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടു. ഇവിടെ കുറുനരിയെ കൊന്ന നിലയിലാണ് കണ്ടത്. ഇതോടെ വനം വകുപ്പ് രണ്ടാമതൊരു കെണി കൂടി സ്ഥാപിക്കുകയായിരുന്നു. ഇതിൽ ഇരയായി ആടിനെയാണ് ഉപയോഗിച്ചത്. രണ്ടാമത്തെ കൂട്ടിലും പുലി കുടുങ്ങാതായതോടെ ജനങ്ങൾ ഭീതിയിൽ ആവുകയായിരുന്നു. സർവകക്ഷി യോഗം ചേർന്ന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും പുലിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. സമീപ പഞ്ചായത്തുകളിൽ പുലിയെ കണ്ടതായി പലരും പറഞ്ഞതോടെ ആശങ്ക ഒരു പ്രദേശം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ചില രാഷ്ട്രീയ കക്ഷികൾ പ്രക്ഷോഭം സംഘടിപ്പിച്ചെങ്കിലും പ്രത്യേകിച്ച് ഫലമുണ്ടായിട്ടില്ല. പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ ജനങ്ങൾ സന്ധ്യയ്ക്ക് ശേഷം പുറത്തിറങ്ങി നടക്കാൻ ഭയപ്പെടുകയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തനിയെ പോകാൻ ആളുകൾക്ക് പകൽ പോലും ഭയമാണ്. ടാപ്പിംഗ് സീസൺ ആരംഭിച്ചെങ്കിലും പുലർച്ചെ ഒറ്റപ്പെട്ട തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടത്താൻ തൊഴിലാളികൾക്കും ധൈര്യമില്ല. സന്ധ്യയ്ക്ക് മുൻപേ ആളുകൾ ഭയത്തോടെ വീട്ടിലെത്തേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. വനാതിർത്തി മേഖലകളിലെല്ലാം വന്യമൃഗാക്രമണങ്ങൾ രൂക്ഷമായിരിക്കെ പുലിയുടെ സാന്നിധ്യം വനം വകുപ്പ് വലിയ ഗൗരവമായി എടുക്കുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ജനങ്ങളുടെ ഭീതി അകറ്റാനുള്ള നടപടി വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് ആവശ്യം.